ഇന്നൊരു ചെറിയൊരു സ്റ്റോറി പറയാൻ വന്നതാണ്. സ്റ്റോറി പറഞ്ഞാൽ നമ്മുടെ ലവ് സ്റ്റോറി ഒന്നുമല്ല, അത് ഞാനിപ്പോഴേ പറയുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി വരുന്നേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ചോദിക്കും നിങ്ങളുടെ ലവ് സ്റ്റോറി എന്താണെന്ന് ആ സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് പറയുന്നത് ഞങ്ങൾ പ്രണയിച്ചിരുന്ന സമയത്തുള്ള ആ അടിപൊളി കുറേ ഫോട്ടോസുകളുണ്ട്. ആ ഫോട്ടോസുകളെ കുറിച്ചാണ്. പ്രണയിച്ചിരുന്ന സമയത്ത് എല്ലാവരുടെ കയ്യിലും ഒരുപാട് ഫോട്ടോസുകൾ, ഓരോ ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോസുകൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ എൻ്റെ കയ്യിലും കുറേ ഫോട്ടോസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ ആ സമയത്ത് കല്യാണത്തിൻ്റെ സമയത്ത് ആ ഫോട്ടോസുകളൊക്കെ എടുത്തിട്ട് നമ്മൾ കല്യാണത്തിൻ്റെ ഹാളിൻ്റെ സ്ക്രീനിൽ ആ ഫോട്ടോസുകളൊക്കെ പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ട് അതൊക്കെ സേഫ് ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാം എടുത്തിട്ട് ഫോണിൽ ഒരു ഫോൾഡറാക്കി സൂക്ഷിച്ചു. എന്നിട്ടും പേടിയായി അതെങ്ങനെ പോയാലോ, മിസ്സായാലോ, അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോസുകളല്ലേ. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി അതൊരു പെൻഡ്രൈവിലാക്കി കോപ്പി ചെയ്ത് വെച്ചു. അപ്പോൾ വെച്ച് പെൻഡ്രൈവിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ എന്ത് ചെയ്തു, അവിടെ നിന്നും കോപ്പി ചെയ്ത് മെമ്മറി കാർഡിനകത്ത് കോപ്പി ചെയ്തിട്ടായിട്ട് ഫോണിൽ തന്നെ സൂക്ഷിച്ചു. അപ്പോൾ 3 സ്ഥലത്താണ് ആ ഫോട്ടോസുകൾ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. എൻ്റെ കഷ്ടകാലത്തിനാണെങ്കിൽ ഫോണിലുള്ള ഫോട്ടോസൊക്കെ ഫോൺ പോയതോടെ പോയി. മെമ്മറി കാർഡിലെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. ആ മെമ്മറി കാർഡിലെ ഫോട്ടോസ് മെമ്മറി കാർഡ് വേറെ ഫോണിലിട്ട് നോക്കുമ്പോഴോ മെമ്മറി കാർഡിലെ ഫോട്ടോസൊന്നും വർക്ക് ആവുന്നില്ല, ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ സേഫ്റ്റിക്ക് പെൻഡ്രൈവിലുണ്ടല്ലോ എന്ന് വെച്ചിരിക്കുമ്പോഴോ പെൻഡ്രൈവാണ് കാണുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ഏകദേശം ഒരു 1000-500 ഫോട്ടോസുകളൊക്കെ നല്ല മൊമെൻറ്റുകളായിട്ടുള്ള പ്രണയിച്ച 7 വർഷത്തെ പ്രണയിച്ച ഫോട്ടോസ് മുഴുവനും പോയി. അപ്പോൾ അതിപ്പോൾ ഇവിടെ പറയാൻ കാരണം വേറൊന്നുമല്ല, ഇത്രയും ഫോട്ടോ ഇഷ്ടമായപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയായിരുന്നു. നിങ്ങളിൽ പലർക്കും ഈ സംഭവിച്ചിട്ടുണ്ടാവും. സ്നേഹിതത്തിൻ്റെ ഫോട്ടോസും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ കുട്ടികളുടെ പല ഫോട്ടോസും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എൻ്റെ 5 കൊല്ലത്തെ ഒരു പ്രയത്നം അതിന്ന് കാണിച്ചു തരാനാണ് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, ഞങ്ങളുടെ വെഡിങ് ആൽബം എന്ന് പറയാൻ പറ്റില്ല, വെഡിങ് ഫോട്ടോസ് അടക്കമുള്ള ആൽബത്തിൻ്റെ പണി 5 കൊല്ലത്തെ എൻ്റെ വർക്കാണിത്. ഞങ്ങളുടെ 5 വർഷത്തെ ഓർമ്മകളെല്ലാം കൂടി ഇതുപോലെ ഒരു ആൽബത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കല്യാണം, ഇതാണ് ഞങ്ങളുടെ ഫേവറേറ്റ് ഫോട്ടോസ്. നമ്മളെ നഷ്ടപ്പെട്ട ഫോട്ടോസിൽ നിന്നും എനിക്കാകെ തിരിച്ചെടുക്കാൻ പറ്റിയ ഇത്ര ഫോട്ടോസ് മാത്രമാണ്. ഞങ്ങൾ ഒരുമിച്ചുള്ള നിമിഷങ്ങളാണിത്, കല്യാണത്തിന് മുമ്പുള്ള നിമിഷങ്ങൾ. പിന്നെ ബാക്കി കല്യാണത്തിൻ്റെ ഫോട്ടോസും ആൽബമൊക്കെ ഫുള്ളായിട്ടായിട്ട് കാണിച്ചിരുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങളുടെ 5 വർഷം, അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഇവൻ്റെ 4-5 വയസ്സാകുന്ന വരെയുള്ള ഫോട്ടോസുകൾ അടങ്ങിയ ഒരു ആൽബമാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ആൽബത്തിനകത്ത് പല പ്രത്യേകതയുണ്ട്. പല പ്രത്യേകത വെച്ചാൽ ഒന്ന് ഞാൻ കാണിച്ചു തരാവേ. ഞങ്ങളുടെ ലാസ്റ്റ് പേജിലാണ് 2 മില്യൺ അടിച്ച ഞങ്ങളുടെ നിങ്ങളെ ഏറ്റെടുത്ത ആ വീഡിയോ നമുക്ക് ഇതിനകത്തുള്ള ഈ സ്കാനർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ ആക്കാൻ പറ്റുന്നതാണ്. അത് നമ്മുടെ ആൽബത്തിൽ വരുന്ന ഒരു പ്രത്യേകതയാണ്. എല്ലാ പ്രിയപ്പെട്ട നിമിഷങ്ങളും ഇതിനകത്തുണ്ട്. ഓണം, വിഷു ആണെങ്കിലും അവൻ്റെ സ്കൂൾ ഡേ ആണെങ്കിലും അവൻ്റെ ഫസ്റ്റ് ഫോട്ടോസ് എല്ലാം ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഫോട്ടോസ് ഉണ്ടോ, ഞങ്ങൾ ഒളിച്ചോട്ട കല്യാണമായിരുന്നു, പക്ഷേ ഞങ്ങൾ ഫോട്ടോസ് ഉണ്ടോ, അടിപൊളിയല്ലേ ഗൈസ്. കല്യാണത്തിന് ഇങ്ങനത്തെ ഒരു മൊമെൻറ്റ് ആരെങ്കിലും ആൽബത്തിൽ കണ്ടിട്ടുണ്ടോ? പെണ്ണ് രാവിലെ ഒരുങ്ങാൻ പോകുമ്പോൾ ഞാനാണ് പെണ്ണിന് ക്യൂട്ട് സെറ്റ് കൊടുക്കുന്നത്. വേണ്ട, മേക്കപ്പൊക്കെ സെറ്റാക്കി വിളിച്ചോണ്ട് വന്ന് കല്യാണം നടത്തിയാണെങ്കിലും മേക്കപ്പൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. വേണ്ട, പെണ്ണ് വന്നിറങ്ങുന്ന കണ്ടോ, ചെക്കൻ വന്നിറങ്ങുന്ന കണ്ടായിരുന്നു നിങ്ങളെ. ഇതൊക്കെ ഒരു എന്നും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ്. പക്ഷേ കല്യാണത്തിന് മുമ്പുള്ള സ്നേഹിച്ചേർന്ന സമയത്തുള്ള മൊമെൻറ്റുകളൊക്കെ നഷ്ടമായി. അത് ഭയങ്കര ഒരു വിഷമമാണത്. ഈ ഫോട്ടോ ഉണ്ടോ, ഇത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ, അതായത് സെപ്റ്റംബർ 14 ഞങ്ങളുടെ കല്യാണമായിരുന്നു. 15 എൻ്റെ ബർത്ത്ഡേ. ഞാൻ ഉറങ്ങുന്ന സമയത്ത്, അതായത് കല്യാണത്തിൻ്റെ അന്ന് ഫസ്റ്റ് നൈറ്റ് ആ ദിവസം ഞാൻ ഉറങ്ങുമ്പോൾ എന്നെ സർപ്രൈസ് ആയിട്ട് വിളിച്ചുകൊണ്ട് വന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത ആളാണ് എൻ്റെ വാവ. കണ്ടോ, ഞങ്ങൾ കറങ്ങാൻ പോയതും എല്ലാ മൊമെൻറ്റും അടങ്ങിയ ഒരാൾ. അല്ല, ശ്രീകുട്ടൻ വന്ന സമയത്തുള്ള ഫോട്ടോസ്, പ്രഗ്നൻ്റ് ആയിട്ടുള്ളാകുമ്പോഴുള്ളത്, ആ മൊമെൻറ്റുകൾ, ശ്രീകുട്ടൻ വന്നിട്ടാകുമ്പോഴുള്ളത് എല്ലാം ഉണ്ട്. ശ്രീകുട്ടൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ്, സമയം, വെയിറ്റ് എല്ലാം ഉണ്ട്. ബ്ലഡ് ഗ്രൂപ്പ്, ജാതകം വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി ആൽബമാണിത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പോയ ഫോട്ടോസിനെ കുറിച്ച് വിഷമം പറയാതെ ബാക്കിയുള്ള ഫോട്ടോസ് ഇതുപോലെ ഒരു ആൽബമാക്കി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്നൊരു ഓർമ്മയാണ്, ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അടിപൊളി ഓർമ്മയായിരിക്കും അതൊക്കെ. എൻ്റെ 5 വർഷത്തെ അധ്വാനമാണിത്. ഇപ്പോൾ 60ഓളം പേജുകളായിട്ടുണ്ട്. ഇനിയും ചെയ്യാനുണ്ട്. 2-3 പേജ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആൽബത്തിൻ്റെ പണി കഴിയും. ആൽബത്തിൻ്റെ ലാസ്റ്റ് പേജ് ഇതാണ്. എന്നിട്ട് പ്രിൻ്റ് അടിച്ചിട്ടായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് കാണിച്ചത് എല്ലാ പേജും. ഓക്കെ.